മറ്റൊരു പൊൻതൂവലായി ഈ വർഷം SPC അനുവദിച്ചിരിക്കുന്നത് ഏറെ സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം SPC നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ചടങ്ങുമായി നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനത്ത് 165 സ്കൂളുകളിലേക്ക് കൂടി ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വ്യാപിപ്പിക്കുന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിനാകെ കേരളം നൽകിയ ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. ഇത് 2010 അന്നത്തെ LDF സർക്കാർ രൂപകൽപ്പന ചെയ്ത് തുടക്കം കുറിച്ചുവെങ്കിൽ ഇന്നത് രാജ്യവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അവിതർക്കിതമായ കാര്യമാണ്. 968 സ്കൂളുകളിലേക്കാണ് ഇന്നത്തെ 165 സ്കൂളുകൾ കൂടി ചേരുമ്പോൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വ്യാപിക്കുക. നാം ആലോചിക്കേണ്ടത്, ഈ പദ്ധതി 2010 ആരംഭിക്കുമ്പോൾ 100 സ്കൂളിൽ നിന്നാണ് തുടങ്ങിയത്. അതിപ്പോ 968 സ്കൂളിലേക്ക് എത്തുന്നു എന്നത് വലിയ നേട്ടം തന്നെയാണ്. നമ്മുടെ ഈ പദ്ധതിയുടെ ഗുണമേന്മ മനസ്സിലാക്കി രാജ്യത്താകെ ഈ പദ്ധതി വ്യാപിപ്പിക്കാവുന്നതാണ് എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി ഇപ്പോൾ പല സംസ്ഥാനങ്ങൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനിയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇവിടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയൊരു അച്ചടക്കത്തോടെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് അടിത്തറയിടുന്നു എന്നുള്ളത്. ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ നാടിനെതിരെ ചിന്തിക്കുന്ന ശക്തികൾ നമ്മുടെ നാടിൻ്റെ ഭാവി തകർക്കുന്നതിനു വേണ്ടി ഈ പറഞ്ഞ ശാരീരികവും മാനസികവുമായി ആരോഗ്യമുള്ള ഒരു തലമുറ
വരാതിരിക്കാൻ നടപടികൾ എടുക്കുമെന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. എപ്പോഴും സമൂഹത്തിൽ ഗുണപരമായി ചിന്തിക്കുന്നവരും അതേസമയം ദുഷിച്ച രീതിയിൽ ചിന്തിക്കുന്ന ചിലരും ഉണ്ടാകുമെന്നത് നാം കാണണം. ആ ദുഷിച്ച രീതിയിൽ ചിന്തിക്കുന്ന ചിലര് അവരുടെ സ്വാർത്ഥലാഭത്തെ മുൻനിർത്തി തൽക്കാലം കുറച്ച് പണം സമ്പാദിക്കുന്നതിനായി തെറ്റായ വഴികൾ സ്വീകരിക്കും. അതിന് ഈ വളർന്നു വരുന്ന തലമുറയെ പൂർണ്ണമായും നിശ്ചേഷ്ടമാക്കത്തക്ക തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് അവർ കടക്കുകയാണ്. അതാണ് നമ്മുടെ സമൂഹം ഏറ്റവും ആപത്തോടെ കാണുന്ന നർക്കോട്ടിക് വ്യാപനത്തിൻ്റെ അവസ്ഥ. ഇത്തരം ലഹരി വ്യാപിപ്പിക്കുന്നതിനായി പലതരത്തിലുള്ള സംഘങ്ങൾ പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നു. നമ്മുടെ അനുഭവം കേരളത്തിൽ കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം സ്കൂളുകൾ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വർഷവും ഇതേവരെ സ്കൂളുകൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഉള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ അനുഭവം. കുട്ടികൾ തന്നെ അതിനെതിരെ നല്ലതുപോലെ നീങ്ങാനും സംഘടിക്കാനും അത്തരം ശക്തികളെ തുറന്നു കാണിക്കാനും ചിലപ്പോൾ പോലീസിനെ അടക്കം അത്തരം കാര്യങ്ങളിൽ ഇടപെടുവിക്കാനും കഴിഞ്ഞു എന്നത് നമ്മുടെ അനുഭവമാണ്. ഇതുപോലുള്ള ദുശീലങ്ങൾ കുട്ടികളിൽ എത്താതിരിക്കാൻ നല്ല ജാഗ്രത സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാൻ വകതരുന്നതാണ്. ഇങ്ങനെ ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ വിശദമായി പോകുന്നില്ല. നമ്മുടെ പുതുതലമുറക്ക് വേണ്ട പ്രത്യേകതകൾ അത് സ്വായത്തമാക്കിക്കൊണ്ട് ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാൻ ആവശ്യമായ സംഭാവനയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ സ്കൂളുകളിലേക്കും എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ജനാധിപത്യ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കാര്യപ്രാപ്തിയുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിനുതകുന്ന ശാരീരികക്ഷമതാ പരിശീലനം, മാനസിക കരുത്താർജിക്കൽ, വ്യക്തിഗത പോഷണം, സാമൂഹ്യ മുന്നേറ്റം ഇവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി പകർന്നു നൽകുന്ന ഗുണഫലങ്ങളാണ്. കുട്ടികളുടെ എണ്ണമെടുത്താൽ നിലവിൽ 63,500 കുട്ടികളാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളായുള്ളത്. എന്നാൽ ഇപ്പോൾ 165 സ്കൂളുകൾ കൂടി ചേരുമ്പോൾ 7,216 കുട്ടികൾ കൂടി ഇതിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പൊ ഇവർക്ക് ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കും. അതോടൊപ്പം കായിക പരിശീലനം, ഫീൽഡ് വിസിറ്റ്, ക്യാമ്പ്, നേതൃത്വ പരിശീലനം എല്ലാം ഇതോടൊപ്പം നടക്കുന്നതാണ്. ഏത് പ്രതിസന്ധിയെയും ഉറച്ച മനസാന്നിധ്യത്തോടെ തരണം ചെയ്യാനുള്ള പരിശീലനമാണ് കേഡറ്റുകൾക്ക് ലഭിക്കുന്നത്. പ്രതിസന്ധി വിചാരിക്കാതെയാണ് വന്നു ചേരുക. പക്ഷേ ആ പ്രതിസന്ധി വരുമ്പോൾ മനസാന്നിധ്യം കൈവിടാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം.
ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത നമ്മുടെ ചെറിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടി ഒന്നാണ്. ചെറിയ വയസ്സുള്ള 4-5 വയസ്സേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു കുട്ടി മുംബൈയിലെ ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്നു അമ്മയുടെ കൂടെ. ആ കിടന്നുറങ്ങുന്ന പായിൽ താഴത്തെ ആണ് കിടക്കുന്നത്. ആ കിടന്നുറങ്ങുന്ന അവരുടെ അടുത്തേക്കൊരു പാമ്പ് കടന്നു ചെന്നു. ആ പാമ്പ് കുട്ടിയുടെ കഴുത്തിലേക്ക് വീണു. അപ്പോ അമ്മ അറിഞ്ഞു, മറ്റുള്ളവരെല്ലാം അറിഞ്ഞു. എല്ലാവരും കുട്ടിയെ ഉപദേശിച്ചു അനങ്ങാതെ കിടക്കണം. ആലോചിക്കണം, ചെറിയ പ്രായത്തിലുള്ളൊരു കുട്ടി അനങ്ങാതെ കിടക്കണം എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് കിടക്കാൻ പറ്റും? പക്ഷെ ആശ്ചര്യകരമായ രീതിയിൽ ആ മനസ്സാന്നിധ്യം ആ കുട്ടിക്ക് കാണിക്കാനായി ഈ 2 മണിക്കൂർ സമയം കുട്ടി അനങ്ങാതെ കിടന്നു. അപ്പോ പാമ്പ് പിടുത്തക്കാരനെ അന്വേഷിച്ച് ആളുകൾ പോയിരിക്കുകയാണ്. അയാൾ വരാനാണ് ഇത്രയും സമയം കിടക്കുന്നത്. ആർക്കും വലിയ ഒരു മൂർഖനാണ് പോലും ഈ കാര്യം. ഞാൻ അതിന്റെ മറ്റു കഥകളിലേക്കല്ല പോകുന്നത്. ആ കുട്ടിയുടെ മനസ്ഥൈര്യം, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പതറിപ്പോകാതെ നിൽക്കാനുള്ള മനസ്ഥൈര്യം, ഇതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള ഉറച്ച മനസാന്നിധ്യം ലഭിക്കുന്നതിന് ഇത് SPC പോലുള്ള പദ്ധതികൾ ഉപകരിക്കുമെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കൽ. ഇവിടെ നിങ്ങൾ നേരത്തെ പ്രദർശിപ്പിച്ച, നിങ്ങൾ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ചിത്രങ്ങൾ അതാണ് കാണിക്കുന്നത്. ആളുകളെ എടുത്തുകൊണ്ടുപോകുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, പ്രളയവും ദുരിതവും ഉണ്ടായ ഘട്ടത്തിൽ സഹായിക്കാൻ ഓടിച്ചെന്നത്, അതൊക്കെ നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ പുതിയ തലമുറ എത്രമാത്രം അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ അതിന് ഇടയാക്കിയത് നിങ്ങളോട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാരും അധ്യാപകരുമെല്ലാം വലിയ അർപ്പണബോധത്തോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൂടിയാണ്. അപ്പോൾ ആ അർപ്പണബോധം നിങ്ങളിലേക്കും പകർന്നു നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കും വിധം നമുക്ക് മാറാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു, നമ്മുടെ KPMG, SCRT, CMAT, ആസൂത്രണ ബോർഡ്, യൂണിസെഫ് ഇങ്ങനെയുള്ള വിവിധ ഏജൻസികൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. SPCയെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം കുട്ടികളിലും അധ്യാപകരിലും രക്ഷാകർത്താക്കളിലടക്കം ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണിത് എന്ന് അവരെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമൂഹത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ ഊർജം ഉള്ള ഈ സംവിധാനം രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത് 2018 നല്ല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അന്ന് ശ്രീ രാജ്നാഥ് സിംഗ് നേതൃത്വം കൊടുത്തതും ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഏതായാലും എല്ലാ രീതിയിലും കേരളത്തിന് അഭിമാനം പകരുന്ന ഒരു പദ്ധതിയാണിത്. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതി സംസ്ഥാനത്തെ 165 വിദ്യാലയങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതായി വളരെ സന്തോഷത്തോടു കൂടി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. ഈ ധന്യമുഹൂർത്തം നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മുടെ വിദ്യാലയത്തിന്റെ സംഗീത അധ്യാപിക അഷിത ടീച്ചറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചു. ും
സ്വാഗതം സംസാരിക്കുന്നതിനായി ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക, നമ്മുടെ വിദ്യാലയത്തിന്റെ നെടുംതൂണൻ അനുദീപയെ സ്നേഹപൂർവ്വം സ്വാഗതം ക്ഷണിക്കുന്നു. പ്ലീസ് മാം. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനികളെ എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന തലത്തിൽ 165 സ്കൂളുകൾക്ക് SPC യൂണിറ്റ് സർക്കാർ തലത്തിൽ അനുവദിക്കുകയും അതിന്റെ സ്കൂൾ തല ഉദ്ഘാടന യോഗത്തിനാണ് നമ്മളിവിടെ സംബന്ധിച്ചിരിക്കുന്നത്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഔദ്യോഗികമായി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഇപ്പം മുമ്പ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സ്കൂൾ തല ഉദ്ഘാടന കർമ്മമായിട്ട് പ്രത്യേകമൊന്നുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന യോഗം എന്നുള്ളതാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. പുതുതായി SPC അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് പത്രത്തിൽ അറിയിപ്പ് വന്നപ്പോൾ നമ്മുടെ ബഹുമാന്യനായ മാനേജർ ശ്രീ PC തോമസ് സാറാണ് ഏറ്റവും സന്തോഷത്തിൽ നമുക്കിതിന് അപ്ലൈ ചെയ്യണം ടീച്ചറെ, നമുക്ക് എന്താ വേണ്ടത് അതിന് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് സാറ് തന്നെയാണ് ഇതിന് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം തന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെ ഒരു പദ്ധതി കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായി ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം ടീച്ചറെ എന്ന് അധ്യാപകർ, 2 അധ്യാപകർ, പ്രത്യേകിച്ച് നമ്മുടെ HS ടീച്ചറും മെറിറ്റ് ടീച്ചറും എനിക്ക് ഉറപ്പു തരികയും അതിന്റെ പേരിൽ ഞങ്ങളിതിന് ശ്രമിക്കുകയും ഉണ്ടായി. ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു ഉദ്ഘാടന കർമ്മം നടത്തുന്നത് വരെ നമ്മുടെ ബഹുമാന്യനായ PC തോമസ് സർ എല്ലാ തരത്തിലും ഏറ്റവും നേതൃത്വ ശക്തി അദ്ദേഹത്തിന്റെ ഭാഗത്തു തന്നെയായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടറിയാലും ഇങ്ങനെ ഒരു SPC യൂണിറ്റ് നമ്മുടെ സ്കൂളിന് പുരോഗതിയുടെ വലിയൊരു നാഴികക്കല്ലാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നല്ലൊരു NCC യൂണിറ്റും നമ്മുടെ സ്കൂളിൽ നന്നായി നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് അനുവദിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങൾ ഇതിന്റെ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭ്യർത്ഥിച്ചപ്പോൾ ഏകദേശം 5 വർഷത്തിലധികമായി ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല സ്കൂളുകളും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വർഷം തന്നെ 700 ചില്ലറ സ്കൂളുകളാണ് ഇതിനുവേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. അതിലെ 165 സ്കൂളുകളിലെ മാത്രമാണ് ഇങ്ങനെയൊരു SPC യൂണിറ്റ് തുടങ്ങുന്നതിനായിട്ട് സർക്കാർ അനുവാദം നൽകിയിരിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ സ്കൂളായി എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ ഈ യോഗത്തിൽ അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു പദ്ധതിയുമായിട്ടുള്ള വിശദീകരണം, പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ടീച്ചർ നമുക്ക് തരുന്നത്. എന്തു തന്നെയായാലും ഒരു കുട്ടി, ആ കുട്ടി എങ്ങനെ വളരണം, എങ്ങനെ ഏറ്റവും മികച്ചവനായി വളരണം എന്നുള്ളത് ഏറ്റവും നല്ല പൗരബോധമുള്ള നല്ലൊരു സാമൂഹ്യ ജീവിയായി, നല്ലൊരു പ്രകൃതി സ്നേഹിയായി, നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുന്ന നല്ലൊരു പൗരനായി മാറും. അങ്ങനെ ജീവിതത്തിൽ എന്തുകൊണ്ടും നേടാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാവും ഒരു SPC കേഡറ്റ് എന്നതിൽ സംശയമില്ല. അങ്ങനെ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ നമുക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു സമൂഹത്തിന് തന്നെ വളരെ വലിയ മാർഗദർശികളാക്കും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഏറെ തിരക്കുകൾക്കിടയിലും നമുക്ക് ഈ ഒരു SPC ഉദ്ഘാടന യോഗവുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യ പ്രഭാഷണം തരാം എന്നുള്ളത് നമ്മുടെ കൊല്ലൂർ CI ശ്രീ ബെന്നി ജേക്കബ് സാർ സമ്മതിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു, ഔദ്യോഗികമായിട്ട് പ്രത്യേകം വല്ല തിരക്കുകളും വരികയാണെങ്കിൽ മാത്രം ഞാൻ എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും, ഞാൻ നിർത്തിയുണ്ടെങ്കിൽ എത്തിച്ചേരാം എന്ന് ഉറപ്പു തന്നിരുന്നു. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ല.
എങ്കിലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആശംസ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നു നമ്മുടെ 27ാം ഡിവിഷൻ കൗൺസിലർ ശ്രീ ശ്യാമള വേണുഗോപാൽ. സ്കൂളിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് കൊറോണ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിലെല്ലാം നമ്മൾ വിളിക്കുമ്പോൾ ടീച്ചറെ മാഡം എന്ത് തിരക്കുണ്ടെങ്കിലും ഉടനെ എത്തിച്ചേരുകയും ടീച്ചറെ നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം എന്ന കാര്യങ്ങൾ പറയും എന്നുള്ള രീതിയിൽ ഇടപെടുകയും വളരെ സജീവമായി സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു തരികയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തൃശൂർ ഡിവിഷൻ 27ാം ഡിവിഷൻ കൗൺസിലർ ശ്രീ ശ്യാമള വേണുഗോപാലിനെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം നമ്മുടെ മുൻ കൗൺസിലറും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയുമായ ശ്രീ എം.എൻ. ശശിധരൻ സാറിനെ നമ്മുടെ സ്കൂളിലെ ഏത് കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഭംഗിയായി ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഡിജിറ്റൽ ഡിവൈസിന്റെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ശശിയേട്ടൻ ഒരു മടിയില്ലാതെ ശശിയേട്ടന്റെ സംഘടനയിലെ ആൾക്കാരെ ബന്ധപ്പെടുകയും ശശിയേട്ടനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പരമാവധി കുട്ടികൾക്ക് പറ്റാവുന്ന രീതിയിൽ ഡിജിറ്റൽ ഡിവൈസ് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും വളരെ സജീവമായി ഇടപെടുന്ന നമ്മുടെ OSA സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ ശ്രീ എം.എൻ. ശശിധരൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ ഡെന്നീസ് എലിയാത്ര നമ്മുടെ പ്രിൻസിപ്പൽ ഇൻചാർജ്. ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങളിലും ഹയർ സെക്കൻഡറി ക്ലാസ്സിലുള്ള എല്ലാ സപ്പോർട്ടും ഏറ്റവും നന്നായി തന്നെ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും തോളോടൊപ്പം ചേർന്ന് നമ്മളോട് സജീവമായി സഹകരിച്ച് നമ്മുടെ വിദ്യാലയത്തിന്റെ പുരോഗതിയിലേക്ക് ലക്ഷ്യം വെച്ചേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടായി നിൽക്കുന്ന ദേവിമാഷെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു യോഗത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാനേജർ സാർ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും മനസ്സുകൊണ്ട് സാർ എപ്പോഴും ഇവിടെ ഇത് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. സാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മാനേജ്മെന്റ് പ്രതിനിധിയായി ശ്രീ ടി.എ. മനോജ് കുമാർ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ്, അദ്ദേഹത്തിന് ചെറിയൊരു ക്വാറന്റൈൻ പ്രശ്നം വന്ന കാരണം യോഗത്തിൽ സംബന്ധിക്കാൻ സാധിക്കില്ല. എങ്കിലും നമ്മുടെ മദർ PTA ശ്രീ രേഷ്മ ഏത് കാര്യങ്ങളിലും ടീച്ചറെ എന്നെ വിളിച്ചോളൂ, ഞാൻ എപ്പോ വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞ് എത്തുകയും അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന ശ്രീമതി രശ്മിയെയും ഞാൻ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഈ യോഗത്തിന് നന്ദി പറയുന്ന സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ഉഷ ടീച്ചർ, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കളെയും എന്റെ സഹപ്രവർത്തകരെയും എത്രയും സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നന്ദി, നമസ്കാരം. ഒഴിച്ചുകൂടാൻ സാധ്യത SPCO നമ്മുടെ വിദ്യാലയത്തിന്റെ SPCയുടെ CPO നമ്മുടെ വിദ്യാലയത്തിന്റെ SP ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഉഷ ടീച്ചറെ ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് 2 വാക്കുകൾ സംസാരിക്കുന്നതിനും വിശദീകരണത്തിനുമായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി SPCക്ക് അപേക്ഷിക്കുമ്പോൾ നമുക്കറിയില്ല നമുക്ക് SPC വർഷം അനുവദിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ അത് അപേക്ഷിക്കാനായിട്ട് തുനിഞ്ഞത്. കാരണം ഇത് അപേക്ഷിക്കാനായിട്ട് നമ്മൾ പല ഓഫീസുകളിലേക്കും ഫോം ഫില്ല് ചെയ്തും അതിന്റെ സിഗ്നേച്ചർ കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ പല ഓഫീസേഴ്സിനെ അവിടെ കണ്ടുപോകും. അതായത് നിരന്തരമായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് SPCക്ക് വേണ്ടി അപേക്ഷിച്ച് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ നമ്മള് SPC നമ്മുടെ സ്കൂളിൽ തുടങ്ങാതെ നമ്മൾ ആദ്യമായി ചിന്തിച്ച് നമ്മൾ ഇതിനു വേണ്ടി പുറപ്പെട്ടു. നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
ലൈവായിട്ട് നമ്മൾ SPC നമുക്ക് അനുവദിച്ച് കിട്ടിയതിന്റെ മൂല്യം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഇന്നത്തെ ഇവിടെ ലൈവ് കണ്ടപ്പോൾ മനസ്സിലായി. നമുക്ക് 704ഓളം സ്കൂളുകൾ അപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് 165 സ്കൂളുകളെയാണ് നമ്മൾ SPC ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ്. അതിലൊരു സ്കൂൾ SPCയുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ രാത്രിയാണ് നമുക്ക് ആ ലിസ്റ്റ് കിട്ടിയത്. ലിസ്റ്റിൽ ഇങ്ങനെ 165 സ്കൂളുകൾ ഇങ്ങനെ ഉണ്ട്. അതിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്ത ലിസ്റ്റ് നോക്കുകയാണ് നമ്മുടെ സ്കൂൾ അതിലുണ്ടോ. അപ്പൊ ആ സ്കൂളിൽ നമ്മുടെ പേര് കണ്ടപ്പോൾ നമുക്കത് വളരെ ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷം തന്നെയായിരുന്നു. ഇപ്പോ CPO ആയിട്ട് ഞാനും മെറിൻ ടീച്ചറും CPOs ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് മാനേജ്മെന്റിനും അതുപോലെ തന്നെ നമ്മുടെ HMനും ബാക്കി സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഇപ്പൊ പാരന്റ്സിനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ട്രെയിനിങ് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതെല്ലാം തുടങ്ങാൻ പോകുന്നുള്ളൂ. നമുക്ക് 10 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് എല്ലാം ഉണ്ട്. ഈ ട്രെയിനിങ്ങുകളൊക്കെ കഴിയുമ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ഒരു അവബോധം ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഓൺലൈൻ ട്രെയിനിങ്ങുകളൊക്കെ 1-2 ട്രെയിനിങ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. HMO CPOs ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പാഠ്യപഠനേതര രംഗത്ത് മികച്ച വ്യത്യസ്തമായ മാതൃകകൾ കാഴ്ചവെച്ചിട്ടാണ് നമ്മുടെ വിദ്യാലയം ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ആ മേന്മകളിൽ ഒരു കൊണ്ടുപോയി കൂടി നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ മുഖ്യപ്രവർത്തനത്തിൽ ഒരു സ്ഥാനം. SPC എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പദ്ധതി വിശദീകരണം എന്ന് ടീച്ചർ പറഞ്ഞു. SPC എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അധ്യാപകർ വളരെ മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് വളരെ കൃത്യമായിട്ട് അത് നിയമപാലകരാണ്. നമ്മുടെ നിയമം സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാലും ന്യൂസ് ചാനലുകൾ തുറന്ന് നോക്കിയാലും നമുക്കറിയാം നമ്മുടെ ഈ വളർന്നു വരുന്ന സമൂഹം പല അതിക്രമങ്ങളും ചെയ്യാനും ചെയ്തിട്ടും അതുപോലെ തന്നെ അതിന് കൂട്ടു നിൽക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വിദ്യാർത്ഥി സമൂഹം. അപ്പൊ അധ്യാപകർ ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടും നമ്മുടെ നിയമപാലകർ ഇത്രയും 100% ഡെഡിക്കേഷനോട് കൂടി പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ കയറുന്നു? ഈ ഒരു ചിന്തയാണ് SPCയിലേക്ക് എത്തിച്ചത്. അതായത് ഈ നിയമപാലകരും അധ്യാപകരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഇതിപ്പോ ഇവർ രണ്ടുപേരും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് പ്രവർത്തിക്കുന്നത്. SPCയില് ഈ 2 ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ SPC കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും കൂടി ചേർന്നാണ് 2010 ഇത് ആരംഭിച്ചത്. ഇപ്പൊ ഗതാഗതം, വനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എല്ലാം ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പല ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇപ്പോ 8ാം ക്ലാസ്സിലേക്കാണ് നമ്മുടെ SPC വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ഒരു 65 കുട്ടികളോളം നമുക്ക് പേരുകൾ തന്നിട്ടുണ്ട്. നമുക്ക് 44 കുട്ടികളെയാണ് ഈ വർഷം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുക. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 88 കുട്ടികളാണ് അതിലുണ്ടാവുക. പക്ഷെ 8ാം ക്ലാസ്സിലെ 44 കുട്ടികൾ ഈ വർഷം, ഇനി അവരടുത്ത വർഷം 9ലേക്ക് പോകും. പിന്നെ അടുത്ത വർഷം പുതിയ 8ാം ക്ലാസ് 44 കുട്ടികളും കൂടെ ജോയിൻ ചെയ്ത് 88 കുട്ടികളുടെ ഒരു യൂണിറ്റ് ആണ്. നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 ഡ്രിൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ 2 CPOs ഉണ്ടാവും. അപ്പൊ സ്കൂളിലും അതുപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ട്രെയിനിങ് ഒക്കെ ആയിട്ട് നമ്മളിവിടെ എല്ലാവരും ശ്രദ്ധിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് പറഞ്ഞു തന്നു പ്രതിസന്ധിയിൽ ഇങ്ങനെ ദുരന്തമുഖങ്ങളിൽ ഇങ്ങനെ തളരാതെ മുന്നേറാമെന്നുള്ളത് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ വളരെയധികം ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പോ എല്ലാവരുടെയും സ്നേഹ സഹകരണങ്ങൾ ആവശ്യമാണ്. സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും സ്നേഹ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്വഭാവശുദ്ധിയിലും അതുപോലെ പെരുമാറ്റശീലത്തിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ ഒരു കാര്യത്തിനായിട്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കും. നന്ദി. SPCയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് CPO ഉഷസ് ടീച്ചറുടെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ അഡീഷണൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ACPO ശ്രീമതി മെറിൻ ടീച്ചറെ നിങ്ങളുടെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പൗരബോധവും സേവന സന്നദ്ധതയുമുള്ള ഒരു യുവജന തലമുറയെ വാർത്തെടുക്കുന്ന ലക്ഷ്യമായി SPCയുടെ ഭാഗമായി CPO ആയി വർക്ക് ചെയ്ത് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ബിഷപ്പിന്റെ ശമനമായി തെരുവിന്റെ ശുദ്ധീകരണത്തിനും വേദനിക്കുന്നവരുടെ സ്വാതന്ത്ര്യമായി ഇനി തോളോട് തോൾ ചേർന്ന് ജനസേവനത്തിന് നാടുകൾ.
ഈ SPCA ഒരു സാമൂഹ്യ സേവന പദ്ധതിയായിട്ട് വളർത്തുന്നത് ഞങ്ങൾ പരമാവധി തോളോട് ചേർന്ന് വർക്ക് ചെയ്തിരുന്നു. അതിനുവേണ്ടി ഏറ്റവും അകമഴിഞ്ഞ സേവനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഞങ്ങളുടെ സേവന സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. Thank you, madam. SPC സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് സംസാരിക്കുന്നതിനായി 27ാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ശ്യാമള വേണുഗോപാലിനെ എത്രയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. SPC സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിനായി പ്രധാന അധ്യാപിക അനു ടീച്ചറെയും ക്ഷണിക്കുന്നു. പ്ലീസ് മാഡം. അനു ടീച്ചറോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിന്റെ CPO ടീച്ചറെയും മെറി ടീച്ചറെയും സിന്ധു ടീച്ചറെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രക്ഷിതാക്കളെ, അധ്യാപകരെ, എന്തായാലും ഇന്ന് നമ്മുടെ കുട്ടനല്ലൂർ സ്കൂളിന് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ഒരു കൊണ്ടുപോൽ നമ്മുടെ ഈ കൊല്ലം കുട്ടികൾ എല്ലാവരും പഠനത്തിൽ വിജയിച്ചാൽ കൊണ്ടുപോയിരിക്കുന്നതിന് ഒപ്പം തന്നെ ഒരു കൊണ്ടുപോലും കൂടി നമുക്ക് ഈ സ്കൂളിന് വേണ്ടി കിട്ടും. ഇതിൽ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കുട്ടികളെ നല്ല സ്വഭാവ ശുദ്ധീകരണത്തോടുകൂടി വളർത്താൻ പറ്റിയ ഒരു സംഘടനയുടെ പേരെയാണ് ഈ പോലീസ് സ്റ്റുഡൻറ് പോലീസ്. എന്തായാലും കുട്ടികൾ ഇന്ന് കുട്ടികളെ ദൂഷീകരണങ്ങൾ വളരുന്നത് ചെറിയ കുട്ടികളിൽ നിന്നാണ്. അവര് കൊലപാതകത്തിലേക്കും മറ്റ് പല നല്ലതല്ലാത്ത പ്രവർത്തനത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നല്ല കുട്ടികളായി വളരാൻ ഇത് അവസരം കൊടുക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആശംസിക്കണം, അഭിനന്ദിക്കണം. ഇനിയും നമ്മുടെ സ്കൂളുകളിൽ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കുട്ടികൾക്ക് അതോടൊപ്പം വളരാനും അവർക്ക് കരുത്തേകാനും എല്ലാം ഈ സ്കൂളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീച്ചർമാർക്കും മാനേജർക്കും എല്ലാവർക്കും കഴിയട്ടെ മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും താങ്ക് യു മാം. അടുത്തതായി SPC റൂമിന്റെ ഉദ്ഘാടനമാണ്. SPC റൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ മുൻ കൗൺസിലറും OSA സെക്രട്ടറിയുമായ ശ്രീ MN ശശിധരൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഔദ്യോഗിക യോഗത്തിന് ശേഷമാണ് നമ്മൾ SPC റൂം ഉദ്ഘാടനം ചെയ്യുന്നത്. രണ്ടു വാക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശശിധരൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് സർ. അഭിമാനകരാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലൊക്കെ വളർച്ചത് അതിലേക്ക് മാറ്റി കൂട്ടാറൊക്കെ പുതിയതായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് പുതിയ അറിവുകളും അനുഭവങ്ങളും ഒക്കെ പ്രായത്തമാക്കാൻ കഴിയുക. അവരെ വ്യക്തിപരമായിട്ട് കഴിവുകൾ പുലർത്താനും അതുപോലെ തന്നെ സാമൂഹിക സേവന രംഗത്തൊക്കെ ഉന്നതിയിലേക്ക് ഉയരാനും ഒക്കെ ചില സാധ്യതകൾ ഇതിലൂടെ വളർന്നു വരികയാണ്. പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോൾ പോലീസിന്റെ ഒക്കെ ഫുൾ ചേർക്കാം. അക്കാദമിക് തലത്തിൽ നമ്മൾ പറഞ്ഞു പബ്ലിക് ഓഫീസർ ഓർ
ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എമർജൻസീസ് എന്നാണ് അതിന്റെ അക്കാഡമിക് തലത്തിൽ സാധാരണ പറയുന്നത്. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ വളരെ കൗതുകരമായി നമ്മുടെ കുട്ടികളൊക്കെ ചെയ്തിട്ട് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നു വ്യത്യസ്ത തരത്തിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ എന്താ പറയാ, ഒബീഡിയൻസ്, ലോയൽറ്റി, ഇന്റലിജൻസ്, എഫിഷ്യൻസി എന്നാണ് നമ്മുടെ പോലീസിന്റെ ഉൾക്കൊള്ളുന്നത്. സാധാരണ ചിലപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും കേൾക്കുന്നവര്, അപ്പൊ അവർക്ക് പുതിയ അറിവുകൾ പകരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പങ്കുവയ്ക്കുന്നത്. ഇപ്പൊ ഈ ഫോർത്ത് എന്ന് പറഞ്ഞാൽ പോലീസ് മര്യാദ, മാന്യത, വിനയം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് എന്ന് പറഞ്ഞ വിധേയം, ഒബീഡിയൻസ് അനുസരണം, ലോയൽറ്റി, വിശ്വസ്തത, ഇന്റലിജൻസ് ബുദ്ധി, അതെ ധൈര്യം, എഫിഷ്യൻസി, ഇതാണ് പോലീസിന്റെ ഗുണങ്ങളായിട്ട് നമ്മള് പറയാം. അപ്പൊ സാധാരണ വ്യക്തി നമ്മള് അതിന്റെ സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ആ രീതിയില് ഈ വാക്കുകള് നമ്മുടെ സമൂഹത്തില് അതിന് ഉതകുന്ന രീതിയില് വരണം. അതിനനുസൃതമായിട്ട് പോലീസ് സേന ഉയരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പോലീസൊക്കെ വലിയ വ്യത്യാസമൊന്നുമുണ്ട്, അതിന്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ പോലീസിന് മാറ്റമൊന്നുമുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇന്നിപ്പോ പോലീസ് സേനയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് അത്യുന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലീസ് സേനയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോലീസ് സേനയ്ക്കും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു. അത് നമ്മുടെ നാടിന് ഒരുപാട് സാഹചര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ കൊറോണയൊക്കെ കാലഘട്ടത്തില് അവര് വെയിലൊക്കെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. എന്നിട്ട് പോലും അവര് കൊടും വെയില് കേട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് തണുപ്പും നൽകാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ആത്മകമായിട്ട് ഒരു മാർഗം. അപ്പൊ ആ സേനയിലേക്കാണ് നമ്മുടെ കുട്ടികളും എത്തുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ നാടിനും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുട്ടികളും വളരെ വിദ്യാഭ്യാസകരാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസകൾ പറഞ്ഞുകൊണ്ട് താങ്ക് യു സർ. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയത്തിന്റെ സാരഥി, നമ്മുടെ മാനേജർ പ്രൊഫസർ PC തോമസ് സർ, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീ TA മനോജ് കുമാർ സാറിനെ സ്നേഹാദരങ്ങളോടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനാണ് ക്ഷണിക്കുന്നത്. പ്ലീസ്. നമ്മുടെ വിദ്യാലയത്തിൽ കൂടി കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. പഠന പ്രവർത്തനങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും സ്കൂളിലെ അധ്യാപകർ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നതിൽ വളരെ പ്രത്യേകം. താങ്ക് യു സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീ ഡെന്നിസ് സേവ്യർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ്. വേദിയിലിരിക്കുന്ന കുട്ടികളെ, പ്രിയ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, ഏതായാലും നമ്മുടെ സ്കൂളിനെ നമ്മുടെ തോളിൽ ഒരു നക്ഷത്രം കൂടെ വരികയാണെന്നുള്ളത് സാധാരണ നമുക്കറിയാം. പോലീസ് വിഭാഗത്തിലെ നമ്മുടെ ഷോൾഡറിൽ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ എന്താ പറയാ ഒരു അന്തസ്സ് കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂളിൽ ഓൾറെഡി നമുക്ക് NCC ഉണ്ട്. അതോടൊപ്പം തന്നെ അപ്പൊ നമുക്കൊരു നഷ്ടമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇന്ന് മുതലേ SPCയും കൂടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ഒരു സൗഹാർദ്ദപരമായ ഒരു മത്സരം കൂടി ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് സ്വയം ഒന്ന് ഉയരാൻ ഇത് നല്ലതാണ്. അതോടൊപ്പം തന്നെ HM പറഞ്ഞു 700 സ്കൂളുകൾ അപ്ലൈ ചെയ്തിട്ട് 165 സ്കൂളിനാണ് ഇന്ന് അനുവദിച്ച് കിട്ടിയത്. അത് തീർച്ചയായിട്ടും നമ്മുടെ മാനേജറുടെയും HMന്റെയും ഈ സ്കൂളിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെയും പ്രയത്നം കൊണ്ട് തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും HMനെയും മാനേജറിനെയും അവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്ന ടീച്ചർ, ടീച്ചർ, എനിക്കറിയാം, ഞാൻ NCC 5 വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മനസ്സോടെ ആവും ഏറ്റെടുത്തിട്ടുണ്ടാവുക. എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പുപറയാം, ഞാൻ അങ്ങനെ തന്നെയാണ് ഏറ്റെടുത്തിരുന്നത്. എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ട് ഏറ്റെടുത്തതല്ല. പക്ഷെ അത് തീർച്ചയായും ആ 5 വർഷം
തീർച്ചയായിട്ടും നമ്മുടെ ഭാവി ജീവിതത്തിലെ അത് വളരെയേറെ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ കൂടുതൽ സന്തോഷിക്കുക, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ SPCയുടെ മോട്ടോ എന്ന് പറയുന്നത് വി ലേൺ ടു സെർവ് എന്നാണ്, സേവിക്കാൻ പഠിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരെ സേവിക്കാൻ പഠിക്കട്ടെ, അവർക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ. നമ്മുടെ വിദ്യാലയത്തിന്റെ PTA പ്രസിഡന്റ് ശ്രീ ബിജു മോഡലിന് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിന്റെ മദർ PTA പ്രസിഡന്റ് ശ്രീമതി രേഷ്മ മേനത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് മാം. ഞാനിവിടെ ആദ്യമായിട്ടാണ് പ്രസംഗിക്കാൻ വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടൊരു ടെൻഷനും കാര്യങ്ങളും എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള് നല്ലൊരു വിനിയും അച്ചടക്കവും അതുപോലെ തന്നെ മനോധൈര്യമുള്ള ആൾക്കാരായിട്ട് വരാനുണ്ട്. ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെയും PTAയുടെയും വകയിൽ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. എന്റെ കുറെ ടെൻഷൻ അടിച്ചിട്ട് നമ്മള് മക്കളോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യാമേ, എന്താ കാര്യങ്ങൾ ചെയ്യാം, ഞാൻ സ്റ്റേജിൽ കയറാനായിട്ട് പേടിയില്ല, എന്തിൽ കയറാൻ പേടിയില്ല. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ വാക്കുകളോട് താങ്ക് യു മാം. നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറി ഉഷ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വൈദ്യ വേളയിൽ വലിയൊരു നന്ദി പ്രസംഗത്തിനൊന്നും ഞാൻ നൽകുന്നില്ല. ആദ്യമായി തന്നെ നമുക്ക് സംസ്ഥാനതല ഉദ്ഘാടനം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവറുകൾക്കാണ് നന്ദി പറയാനുള്ളത്. ഇത്രയധികം സ്കൂളുകളിൽ നിന്ന് നമ്മുടെ സ്കൂളിനെ സെലക്ട് ചെയ്യുകയും പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ നൂതന കർമ്മ പരിപാടികൾ ഈ പരിപാടി എത്തിക്കാൻ കഴിഞ്ഞതും ഒരു സർക്കാരിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അത് നമ്മുടെ സ്കൂളിൽ എത്തിയതും ആ ഫണ്ടുകൾ നമുക്ക് കിട്ടിയതിനും അദ്ദേഹത്തിനോടും ഗവൺമെന്റിനോടും നമ്മൾ നന്ദി പറയാണ്. സ്ഥാപനത്തിന്റെ പേരിലും ഞങ്ങൾ മാനേജ്മെന്റിന്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനായി പറഞ്ഞിരുന്ന എത്തിച്ചേരാൻ സാധിക്കാതിരുന്ന ശ്രീ ബെന്നി ശേഖർ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒരു എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ ഒപ്പമുണ്ട്. എന്തെങ്കിലും പ്രശ്നം അദ്ദേഹം വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു തിരക്കുകളാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മളെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് നന്ദിയുടെ കുറിച്ചിട്ടുകൾ അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ അതിലുപരിയായി പറയേണ്ടത് നമ്മുടെ ഈ SPC യൂണിറ്റ് ഇവിടെ കിട്ടുന്നതിന് പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിന്റെ HM ശ്രീമതി അനു ടീച്ചർക്കും നന്ദിയുടെ കുറിച്ചിട്ടുകൾ അർപ്പിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചിരുന്ന ആദ്യം സംസാരിച്ച നമ്മുടെ ശ്രീമതി ശ്യാമള വേണുഗോപാൽ അവറുകൾ. അദ്ദേഹത്തെ നമ്മുടെ വാഹനപ്പൊഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്, കാരണം ഞാൻ എപ്പോഴും ശ്യാമളേച്ചിയെ വെച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് അത്രയും എളുപ്പമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്യാമളേച്ചി സ്കൂളിന്റെ ഏത് ആവശ്യത്തിനും വിളിച്ചാൽ ഒപ്പമെത്തുന്ന, ഞങ്ങൾക്ക് ഒപ്പമുള്ള ഞങ്ങളുടെ ഇപ്പോഴത്തെ കൗൺസിലർ ശ്യാമള ചേച്ചിയെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ കൗൺസിലറുമായിരുന്ന ശശിയേട്ടൻ എന്ന് വിളിക്കുന്നു. ഞങ്ങൾ സ്നേഹത്തോടെ ശശിയേട്ടൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ശശിയേട്ടനും ഹാർദമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി അർപ്പിച്ച് സംസാരിച്ച മാനേജ് പ്രതിനിധിയായ അനുജേട്ടൻ, സ്കൂളിന്റെ എന്താവശ്യത്തിനും വിളിച്ചാൽ ആൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന അസാന്നിധ്യത്തിൽ എപ്പോഴും നിങ്ങളൊപ്പമുള്ള അദ്ദേഹത്തിനും നന്ദിയുടെ കുറിച്ചിട്ടുകൾ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിന്റെ തന്നെ പ്ലസ് ടു വിഭാഗം
പ്രിൻസിപ്പൽ ഇൻചാർജ് ഡെനീസ് സേവിയറൊക്കെ നമ്മുടെ ഒപ്പമുള്ള ആളെ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു പെട്ടെന്ന് ഉണ്ടായാലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ ഒരു കുടുംബത്തിലെ കാരണവരെന്ന ഇപ്പോൾ സ്ഥാനം കിട്ടി എങ്കിലും ഞങ്ങളുടെ ഒപ്പമുള്ള ഡെനീസ് സാറിനും ആശംസകൾ സംസാരിച്ചതിന് നന്ദിയേറെ രേഖപ്പെടുത്തുന്നു. ഹൃദയത്തിന്റെ ഭാഷണം കൊള്ളുന്നു. പ്രസിഡന്റ് നമ്മുടെ പി.ടി.എ പ്രസിഡന്റ് പ്രത്യേക കാരണക്കാലോ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ ആ രോഗത്തിന്റെ കാരണത്താൽ എത്തിപ്പെടാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിലും അദ്ദേഹം പറഞ്ഞ മദർ പി.ടി.എ ശ്രീമതി രേഷ്മ അവർക്കും നന്ദിയുടെ കുറിച്ചുകൊണ്ട് അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ഈ പരിപാടി ഇത്രയും മനോഹരമായി നന്നാക്കി ഇന്നത്തെ കാര്യങ്ങൾ ഒരുക്കാനും എല്ലാത്തിനും വേണ്ടി സഹകരിച്ച അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഭാഷയുടെ ഒരിക്കൽ കൂടെ സ്ഥാപനത്തിന്റെ പേരിലും വ്യക്തിപരമായി ഞാൻ നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് നമ്മുടെ SPC റൂം നമ്മുടെ വിദ്യാലയത്തിന്റെ SPC റൂം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് SPC റൂമിലോട്ട് പോകാം. എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. SPC റൂം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ശശിധരൻ സാറിനെ പ്രത്യേകം ക്ഷണിക്കുന്നു.